സോ ഹലോ വാട്സപ്പ് ഗായ്സ്. അപ്പോൾ ഇറ്റ്സ് മീ ബ്ലാക്കി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 1 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ കൂടെ ചെറിയൊരു പയ്യന് കൂടെ ഉണ്ട്, നമ്മുടെ സ്വന്തം ഗെയിമേഴ്സ് വൈറ്റി. അപ്പോൾ ഗെയിമേഴ്സ് വൈറ്റി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ചെറിയ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ലൂട്ട് കളക്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറേ ഈ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൂട്ടൊക്കെ കളക്ട് ചെയ്ത് ഇത് ജസ്റ്റ് ചുമ്മാ ഒരു മൈൻക്രാഫ്റ്റ് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് കാര്യം നമ്മൾ കുറേ ദിവസമായി ലൈവൊക്കെ ഇട്ടിട്ട് ലൈവ് ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് നമ്മുടെ ഡിവൈസ് 8 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇടാത്തത്. അപ്പോൾ ലൈവ് എന്തായാലും കുറച്ചാളത്തേക്ക് കാണൂല. അതുപോലെ തന്നെ ഇനി ലൈവ് ഇടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിരിക്കും. ഫ്രീ ഫയറിലോട്ട് നമ്മൾ വരാൻ കുറച്ച് ടൈം എടുക്കും. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഫ്രീ ഫയർ കുറേ നേരം പറഞ്ഞു ഭയങ്കര കളിക്കുമ്പം ഒരുമാതിരിയാണ്. ഫ്രീ ഫയർ ഇപ്പോൾ ലൈവ് ഫ്രീ ഫയർ തന്നെ എപ്പോഴും കളിച്ചതിന് ജസ്റ്റ് ബോറാവും. അപ്പം ജസ്റ്റ് വേറെ ഗെയിം എടുത്ത് അപ്പോൾ ഞാൻ മറ്റേ ആലോചിച്ച് മൈൻക്രാഫ്റ്റ് എടുത്ത് കളിച്ചാലും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മൈൻക്രാഫ്റ്റ് വാങ്ങിച്ചു, വേൾഡ് ഉണ്ടാക്കി, നമ്മുടെ സ്വന്തം പ്രോ ഗെയിമറായ ഗെയിമേഴ്സ് വൈറ്റീനെ കയറ്റി. അപ്പോൾ നമുക്കിനി നേരെ മരങ്ങളെല്ലാം മുറിച്ചെടുക്കാം. മരങ്ങൾ മുറിച്ച് നമുക്ക് ഇവിടെ ഒരു വലിയ കൊട്ടാരം തന്നെ പണിയാം. പോകുന്ന ഇതാണ് കേസ് ആർമഡിയിലോ ഇതിനകത്ത് ഏതോ ഒരു അഴുക്ക ജീവിയാണ്. സൈഡിലൊരു പിഗ് ഇപ്പോൾ ആഴ്ച തോലക്കെ പിഗിന് ഇതൊക്കെ കോപ്പർ പിഗ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വുഡ് പൊട്ടിച്ചുകൊണ്ട് നമുക്ക് നേരെ പോയി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ആർമഡിയിലോ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതും കളക്ട് ചെയ്തുകൊണ്ട് നേരെ ആദ്യം തന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അതാണ് മെയിൻ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാലേ വല്ലതും നടക്കുകയുള്ളൂ. ഫസ്റ്റ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്തായാലും ആദ്യം നമുക്ക് വുഡൻ പ്ലാങ്ക് വേണം. വുഡൻ പ്ലാങ്ക് ചെയ്ത് നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ഗൈസ്. അപ്പോൾ നമ്മളതാ നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഇനി കുറച്ച് സോഡും പിക്കാക്സും ഷവലൊക്കെ ഉണ്ടാക്കണം. നമുക്ക് അപ്പോൾ ആദ്യം പോയി നമ്മുടെ ഗെയിമേഴ്സ് വൈറ്റിയെ തപ്പിയെടുക്കണം. കാര്യം ഗെയിമേഴ്സ് വൈറ്റി എങ്ങോട്ടോ പോയി. നമുക്ക് ഗെയിമേഴ്സ് വൈറ്റിയെ തപ്പിയാം. താഴെ കാണുന്ന നീല ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമേഴ്സ് വൈറ്റിയെ തപ്പിയെടുക്കാം. നേരെ നമുക്ക് അങ്ങോട്ട് തെക്കൊക്കെ നടക്കാം. പുല്ല് കാടും മലയും മൊത്തം ഇതാണ്. ഇതെന്ത് സ്ഥലത്തിലാണ് ഒന്ന് സ്പോണ നേരെ താഴെത്തി. ഈ വൃത്തിയുടെ സ്ഥലത്ത് നമുക്ക് എങ്ങനെയും മേളിലോട്ട് എത്ര ആദ്യം നമുക്ക് അതാണ് ചെയ്യേണ്ട കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ സ്ഥലം കഴിച്ചത് ഇത് എവിടെയാണ് ഒന്ന് സ്പോണായത്. ഗെയിമേഴ്സ് വെച്ച് ഇവിടെ നിന്ന് ഓടിയെന്നാണ് കണ്ട. മൊത്തം ഒരുമാതിരി ലാവാണ് എന്തൊക്കെ കിടക്കണം. അത് ബ്ലോക്കാണോ ലാവയാണ് മറ്റേ എന്തോ ഇറോപ്ഷൻ എന്തോ സംഭവിച്ചു തരം കണക്കണം. പച്ചപ്പ് കണ്ട് കേസ്. അപ്പോൾ നമുക്ക് നേരെ പച്ചപ്പിലോട്ട് അടിച്ച് മിഞ്ഞി കയറാം. നേരെ പച്ചപ്പിലോട്ട് കേസ്. അപ്പോൾ വേറെ ആരെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എത്ര ടാർഗറ്റ് വയ്ക്കണം കേസ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ബില്ല് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ലൈക്ക് ടാർഗറ്റ് വയ്ക്കും കേസ്. അപ്പം ഫസ്റ്റ് എത്രയാണ് ലൈക്ക് ടാർഗറ്റ് വെക്കാണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് എല്ലാവരും. അപ്പോൾ നമുക്ക് അവിടെ തത്തമ്മയെ കണ്ടു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, തത്തമ്മയെ അങ്ങ് കറക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് കുറച്ച് സീഡ് വേണം. നമുക്ക് ആദ്യം വേണ്ട സീഡാണ്. ആദ്യം വേണ്ട നമുക്ക് സോഡും കൂടെ ഉണ്ടാക്കിയെടുക്കും. കാര്യം സോഡിൻ്റെ ആവശ്യമുണ്ട്, പിക്കാച്ചിൻ്റെ ആവശ്യമുണ്ട്. ഈ സാധനം എല്ലാം എടുത്താലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യം പിക്കാച്ച് ഇതെല്ലാം തല്ലിപ്പൊളിച്ചിട്ട് നമുക്ക് നേരെ പോയി ഈ പറയും പോലെ കുറച്ച് സീഡ് കളക്ട് ചെയ്യാം. സീഡ് കളക്ട് ചെയ്തിട്ട് സീഡൊന്നും കിട്ടണം. സീഡ് കിട്ടി. ഒരു സീഡും കൂടെ ആവശ്യമുണ്ട്. ഈ 3 സീഡിൻ്റെ ആവശ്യമുണ്ടെന്നാണ്. ഈ തത്തമ്മയാണ് നമുക്ക് ആവശ്യം. ഈ തത്തമ്മയാണ് കോക്ടെയിലിനെ കണക്കിരിക്കുന്നുണ്ട്. കോക്ടെയിൽ തത്തമ്മ ഗൈസ്. അപ്പോൾ തത്തമ്മയെ പൊളക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ സീഡ് കളക്ട് ചെയ്യണം. അപ്പോൾ സീഡിന് ഒരു സീഡ് സെറ്റായി. നമുക്ക് അടുത്ത സീഡും കൂടെ ആവശ്യമുണ്ട്. ചെറുതായിട്ടൊരു പനിയാണ്, അതാണ് മെയിൻ കേസ്. സീഡ് കിട്ടിയില്ല, പക്ഷെ എന്തോ കുറേ ബുഷൊക്കെ കിട്ടിയിട്ടുണ്ട്.
സീഡൊന്നും സാധനം ഇല്ലെന്ന്. സീഡ് തപ്പാം. വേറെ സീഡ് ഒരു സംഭവം സീഡ് തപ്പി പമ്പിക്കരുത്. വാട്ടർമെലൻ്റെ അടുത്ത് വരെ എത്തി. വാട്ടർമെലനും കുറച്ച് നോക്കി എത്തിക്കൊണ്ട് പോകണം. കാര്യം വെച്ചാൽ വാട്ടർമെലൻ്റെ ആവശ്യം നമുക്കുണ്ട്. മെയിനായിട്ടും വാട്ടർമെലൻ എന്നാൽ കുറച്ചെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ച് നേരം നമുക്ക് കുറച്ച് ഹാർട്ട് സെറ്റായി വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വാട്ടർമെലൻ്റെ ആവശ്യമുണ്ട്. വാട്ടർമെലോണും കൊണ്ട് കളക്ട് ചെയ്യാം. ഒരു സീഡും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ സീഡും എടുത്തിട്ട് നേരെ പോയി അതിന് കൊടുക്കാം. ഇവിടെ വാസത്തെ താത്തമ്മയ്ക്ക് സീഡേ ഇറങ്ങുള്ളൂ. ഇനിയും സീഡ് കാണും കള്ളത്താത്തമ്മ. പക്ഷേ ഫേമസ് വെച്ചിട്ട് പേര് കാണിച്ചിട്ട് കൈസ് ഭാഗ്യം കൈസ് ഒരു സീഡ് പിന്നെ പെട്ടെന്ന് കിട്ടി. അതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മുടെ കൂടെ തത്തമ്മ കൂടെ എത്തിയിരിക്കുകയാണ്. തത്തമ്മ തോളിക്കയറിയിട്ടുണ്ട് കൈസ്. നമ്മുടെ തത്തമ്മ തോളി എത്തി. നമുക്ക് നേരെ കുറച്ച് വാട്ടർ മെലോണും കൂടെ കളക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഫുഡ് തപ്പിയെടുക്കണം. മെയിനായിട്ട് അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഫുഡ് ഒപ്പിക്കാനാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് ഒപ്പിക്കാം. ഫസ്റ്റ് ഫുഡ് എടുത്ത് ഫുഡൊക്കെ സെറ്റ് ചെയ്ത്. കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഫുഡില്ലെങ്കിൽ പണിയാവും. മെയിനായിട്ട് ഫുഡില്ലെങ്കിൽ അത് വേറെ പണിയാവും ഗൈസ്. കാര്യം ഫുഡ് നമ്മൾ ഈ റോ ഫുഡ് തിന്നതിന് ഏതായാലും പോയിസൺ അടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡെല്ലാം കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് തൽക്കാലം വാട്ടർമെലൺ തിന്നാം. കാര്യം ഇതില്ല ഫുഡിൻ്റെ സെക്ഷൻ 2 റോ ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വാട്ടർമെലൺ തിന്ന് നമുക്ക് നേരെ ആ കിടക്കുന്ന വാട്ടർമെലൺ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ തുള്ളിച്ചാടി മേള് വരെ എത്തി. കുറച്ച് നമുക്ക് സ്റ്റോണും കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാറ്റ്സും ആക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും എല്ലാം കളക്ട് ചെയ്യാൻ. സ്റ്റോണും കൂടെ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഗെയിമേഴ്സ് വെയിറ്റ് ഇപ്പോഴും എവിടെയാണെന്നൊരു പിടുത്തമില്ല. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് സോഡ് ഉണ്ടാക്കാം. ഫസ്റ്റ് സോഡ് ഉണ്ടാക്കാം. ഒരു അയൺ സോഡ്. പക്ഷെ ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കണം. പിക്കാറ്റ്സിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് പിക്കാറ്റ്സും വേണം. ഒരു പിക്കാറ്റ്സും കൂടെ അങ്ങ് എടുത്തേക്കാം. പിക്കാറ്റ്സ് പോയി ഗൈസ്. അയ്യോ പിക്കാറ്റ്സ് പോയി ഗൈസ്. കുഴിക്കകത്ത് പോയി ഗൈസ് പിക്കാറ്റ്സ്. അയ്യോ നമുക്ക് എന്തായാലും ഒരു പിക്കാറ്റ്സും കൂടെ തൽക്കാലം കല്ലും ഇല്ല. നമുക്ക് ഒരു കല്ലിൻ്റെ ആവശ്യമുണ്ട്. തൽക്കാലം നമുക്ക് വുഡിൻ്റേത് വെച്ച് ഒരു 3-4 കല്ല് കളക്ട് ചെയ്യാം. എന്നാലേ നമുക്ക് ഈ പോലെ നമുക്കെന്തായാലും കല്ല് പറക്കാം. കോളിരിക്കണ കുറച്ച് ബ്ലോക്ക് കോളിരിപ്പുണ്ട് ഗൈസ്. പിന്നെയും പോയി ഗൈസ്. പിന്നെയും ഓട്ടയ്ക്കകത്ത് പോയി. എന്തിനാണിത് ഗൈസ്? ഈ വൃത്തിയട്ട സാധനം പിന്നെയും കല്ല് ചെയ്യുന്നത്. തേഞ്ഞു കല്ല് പറക്കി. ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും കൂടെ ഉണ്ടാക്കാം. ഉണ്ടാക്കി ഈ സാധനമൊക്കെ എടുത്ത് കളയട്ടെ. സ്ലീവ് ഗൈസ് ഇരിക്കുന്ന ഗൈസ് പിക്കാറ്റ്സ്. ഇരിക്കുന്ന ഗൈസ് പിക്കാറ്റ്സ്. പിക്കാറ്റ്സ് ഓട്ടയ്ക്കകത്തൊന്നും പോയില്ല. അപ്പം നമുക്കെന്തായാലും ആവശ്യത്തിന് പിക്കാറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കത് 2 പിക്കാറ്റ്സും ഒരു സോഡും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതെല്ലാം പൊളിച്ചിറക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഗെയിമേഴ്സ് വീക്കിൻ്റെ അടുത്തോട്ട് പോവാം. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത്ര നേരത്തെ നമ്മൾ ഫുഡ് എന്തെങ്കിലും തപ്പിയിട്ടില്ല. നമുക്ക് വില്ലേജും തപ്പണം, ഫുഡും തപ്പണം. കുഴി വൃത്തിയിട്ട കുഴിക്കകത്താണ് വീട്. നമുക്ക് എന്തായാലും നേരെ പോയി തത്തമ്മയെ വിളിച്ചുകൊണ്ട് നമുക്ക് നേരെ പോകാം. തത്തമ്മയെ വിളിച്ചുകൊണ്ട് നമുക്ക് നേരെ കുഴി തപ്പി അതിന് ഫുഡ് തപ്പണം. ഫുഡ് തപ്പണം, വില്ലേജും കണ്ടുപിടിക്കണം. ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റത്തെ ടാർഗറ്റ്. ഫുഡും പ്ലസ് വില്ലേജ്. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് നമുക്ക് വരാം. നമുക്ക് നേരെ പോകാം. ഫുഡ് തപ്പി
മാക്സിമം എല്ലാവരും സബ് ചെയ്യുക. നമുക്ക് ഞാൻ നാൾ നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസാണ്, നമ്മൾ 1K അടിച്ച് തന്നെ ഒരു ഗീവ് അവേ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഗെയിമേഴ്സ് വൈറ്റ് നമ്മളടുത്തെത്തി, നമ്മുടെ ഹീറോ ഗെയിമേഴ്സ് വൈറ്റ് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചെറുക്കൻ ഗൈസ് എല്ലാം പൊളിച്ചിറങ്ങി വന്നു. നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് എന്തായാലും ഇതൊക്കെ വെച്ച് നമുക്ക് മേളിലോട്ടെത്താം. ആദ്യം ചെറിയൊരു ചുമയുണ്ട്, അതുകൊണ്ട് വീഡിയോയിൽ ചിലപ്പോൾ അതൊരു ഡിസ്റ്റർബ് ആവും, പറയണം. ഗൈസ് തത്തമ്മ ചത്ത് ഗൈസ്. എടാ ഗൈസ്, അപ്പോൾ നമ്മുടെ തത്തമ്മ 8 ഇല്ല, എത്തി, നമ്മുടെ തത്തമ്മ എത്തി ഗൈസ്. നമ്മുടെ തത്തമ്മയ്ക്കൊന്നും പറ്റിയില്ല. തത്തമ്മ ഓണായിട്ടിരിക്കുകയാണ് ഇപ്പോഴും. നമുക്ക് നേരെ തത്തമ്മയുമായി നമുക്ക് ഓടാം. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ഗെയിമേഴ്സ് വൈറ്റിയുടെ കുടിലാണ് എത്തിയിരിക്കുന്നത്. ഗെയിമേഴ്സ് വൈറ്റിയുടെ ഏത് വഴിയാണോ എന്ത്, ഗൈസ് ഇത് വഴിയാണ് നമ്മുടെ ഗെയിമേഴ്സ് വൈറ്റിയുടെ കൊച്ചു കുടിലേക്കുള്ള സ്ഥലം. ഗൈസ് നമുക്ക് ഗെയിമേഴ്സ് വൈറ്റിയുടെ കുടിൽ കുറച്ചും കൂടെ വിപുലീകരിക്കാം. ആദ്യമായി ഈ തടികൾ. ഗൈസ് സോംബി ഓടിക്കൂ. വൃത്തിയായിട്ട് സോംബീനെ കൊണ്ടാണ് മെയിൻ കേസ്. നമ്മൾ സോഡ് കൊടുത്തോണ്ട് ഇന്ന് ആ സോംബിനെ തോലയ്ക്കും. അങ്ങനെ നമ്മുടെ സോംബിയെ തട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതെല്ലാം പറക്കി ശരിയാക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. ഇത് നമുക്ക് ഈ കുടിൽ നല്ല വൃത്തിക്ക് തന്നെ പണിഞ്ഞ് സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. കുടിൽ നിന്ന് കട്ടകളെല്ലാം പറക്കി മാറ്റണം, അതാണ് മെയിൻ കേസ്. പറഞ്ഞ് കുടിലൊന്ന് എല്ലാം ശരിയാക്കി എടുക്കാൻ പോകുകയാണ്. കുടിൽ വൃത്തിയാക്കലാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്നത്. കുടിലിൽ നിന്ന് ബ്ലോക്കുകളെല്ലാം കുത്തി മാറ്റണം, അതാണ് ആദ്യത്തെ പണി. ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കട്ടയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച് ഇതാക്കാം. നമുക്ക് ഗെയിമേഴ്സ് വൈറ്റ് ഇറങ്ങി ഓടിയിട്ടുണ്ട്. അടുത്ത ആടി കൊള്ളാനാണ് നമ്മൾ ഗെയിമേഴ്സ് വൈറ്റ് ഇറങ്ങി ഓടിയിരിക്കുന്നത്. നല്ല അടുത്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് സെറ്റാകാം. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക ഗൈസ്. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതാ ഫ്രീ ഫയർ തന്നെ, നമുക്ക് ഫ്രീ ഫയർ ആണെങ്കിൽ നമ്മൾ ലൈവ് തന്നെ ഇടുള്ളൂ, വീഡിയോ ആയിട്ട് ഇടില്ല. കാര്യം എന്ന് വെച്ചാൽ ഫ്രീ ഫയർ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടൻറ്റ് എന്നുള്ളൊരു സാധനം അതിലില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ഫയർ ലൈവ് തന്നെ ഇടണം. അതായത് BR ലൈവാ, CS ലൈവാ, VR ലൈവാ, CS ലൈവ് ഏതെങ്കിലും ഒരു ലൈവ് ഇട്ടാലും നടക്കുള്ളൂ. ഗെയിമേഴ്സ് വൈറ്റ് വെളിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. ഗെയിമേഴ്സ് വൈറ്റ് വെളിയിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു ബബിൾ. ഗെയിമേഴ്സ് വൈറ്റിയുടെ ഫർണസൊക്കെ വെളിയിലാണ് ഗൈസ്. ഒരു സ്പൈഡർ അല്ലേ ഗൈസ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗെയിമേഴ്സ് വൈറ്റ് ഫർണസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എവിടെ കൊണ്ട് കളഞ്ഞായിരുന്നു. സ്പൈഡർ വെളിയിൽ കൊണ്ട് നടപ്പുണ്ട്. ഒരു ക്രീപ്പർ വരണമുണ്ട് അവിടെ നിന്ന്. ഗൈസ് നമ്മുടെ തത്തമ്മ പിന്നെയും തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ തത്തമ്മ താഴെ എത്തിയിട്ടുണ്ട്. തത്തമ്മയുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും എല്ലാം കൂടെ പറക്കി സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിനകത്ത് നിന്ന് എല്ലാം കൂടെ പറക്കി കെട്ടി ഇറങ്ങണം. ഒന്നാമത്തെ കാര്യം നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റേ ആക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ലൂട്ട് സെറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ലൂട്ടിൻ്റെ ആവശ്യം നല്ല രീതിക്കുണ്ട്. അപ്പോൾ ലൂട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ലൂട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത്. കാര്യം ഇത്തരം സാധനങ്ങളാണ് നമുക്ക്. ഇനി ഐറ്റംസ് വേണം. നമ്മുടെ തത്തമ്മ അകത്തെത്തി. ഒരു ഷീൽഡ് നമ്മുടെ ഗെയിമേഴ്സ് വൈറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ആ ഷീൽഡ് വെച്ച് നമുക്ക് ചെറിയ ചില്ലറ കയപ്പുകൾ കാണിക്കാം. ഷീൽഡ് ഒക്കെ നമുക്കൊരു അയൺ വെച്ച് നമ്മളെ സ്വന്തം ഗെയിമേഴ്സ് വൈറ്റ് ചെറിയൊരു പിക്കാക്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അയൺ പിക്കാക്സും ഷീൽഡും ഇത് രണ്ടും വെച്ച് നമുക്ക് ആദ്യം തന്നെ ആരെങ്കിലും കുത്തിക്കൊല്ലാം എന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കോൾ ഇരിപ്പുണ്ട്. ആ കോളിനെ കുത്തിക്കൊല്ലാം, കോളിനെ കുത്തിയെടുക്കാം. നമ്മളങ്ങനെ കോളിനെ കുത്തിയെടുത്ത് എന്തായാലും നമുക്ക് രാവിലെ ആകുമ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ടാലേ പറ്റുള്ളൂ ഗൈസ്. കാര്യം നമുക്ക് ഇത് നോക്കിക്കൊണ്ട് നിന്നാൽ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും കുറേ ലോങ് പോയിട്ട് നമുക്ക് നേരെ ഈ പറയും പോലെ എല്ലാം കളക്ട് ചെയ്യാം. നമ്മളങ്ങനെ കോളിൻ്റെ മറ്റിട്ട് കയറിയിട്ട് കോൾ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോളെല്ലാം കൊത്തിയെടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇറങ്ങാനല്ല, രാവിലെ ആകുമ്പോഴാണ് ഇറങ്ങാൻ. ഒരു ക്രീപ്പർ അവിടെ കൂടെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഹെൽമറ്റ്, വെസ്റ്റ് തുടങ്ങിയ വസ്തുക്കളെല്ലാം നമുക്ക് ഇടണം.
ഇടയ്ക്ക് ഈ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് ചുമ്മാ പറയണതാണ്. ഞാൻ അങ്ങനെയില്ല. അതായത് ഒരു ബൂട്ടും കൂടെ എക്സ്ട്രാ നമ്മുടെ ഗെയിം സൈറ്റിൽ തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ബൂട്ട്. നമുക്കതായാലും ഒരു ബൂട്ടിൻ്റെ ആവശ്യമില്ല നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ബൂട്ട് തിരിച്ചിട്ട് കൊടുക്കണം. പാൻസ് ഓക്കെ എല്ലാം ഇട്ടു. ഹെൽമെറ്റ് ഇട്ടു. നമുക്ക് കയ്യിലൊരു സോഡും കൂടെ വയ്ക്കാം. കയ്യിൽ ഒരു സോഡും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. കയ്യിൽ സോഡ്, അപ്പുറത്ത് ഷീൽഡും കൂടെ ആക്കണം. പിന്നെ അപ്പുറത്ത് ഷീൽഡും കൂടെ ആക്കട്ടെ ഗൈസ്. വെയിറ്റ് ഷീൽഡാക്കണം എങ്ങനെയാണെന്ന് വെയിറ്റ് ഓക്കെ. ഓക്കെ ഷീൽഡ് ഓക്കെ ഓർമ്മ വന്നു. നമുക്ക് ഷീൽഡ് എന്തായാലും ഇപ്പോഴത്തെ കയ്യിലോട്ട് വയ്ക്കാം. ഷീൽഡും കൂടെ വെച്ചാൽ സെറ്റായി. നമ്മൾ ഫുൾ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ ഒരു ഫൈറ്റിന് പോകണ കണക്ക് നമ്മൾ റെഡിയായി. ഫർണസിനകത്തൊന്നുമേ ഇല്ല. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റേജ്. അപ്പോൾ സ്ക്രീപ്പർ ഇതാ കയറി പറഞ്ഞു. നമുക്കൊരു ബ്ലോക്ക് ഇട്ട് അവിടെ അടച്ച വയ്ക്കാം. സ്ക്രീപ്പർ ടോട്ടൽ ക്രീപ്പറാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്കൊക്കെ വെച്ച് അടച്ചു. നമുക്ക് ബാക്കി പണിഞ്ഞ് സെറ്റ് ചെയ്യണം. രാവിലെയായി വരണുണ്ട്. രാവിലെ ആകുന്നു. ചന്ദ്രനൊക്കെ പോകുന്നു. നമുക്ക് പതുക്കെ പൊളിച്ച് നോക്കിയിട്ട് പിന്നെ ആ ക്രീപ്പർ. പക്ഷെ ആ ക്രീപ്പറൊന്നും ചത്തില്ല ഗൈസ്. ക്രീപ്പറിനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ക്രീപ്പറിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പണി വാളും വെള്ളത്തിൽ കിട്ടും. നമുക്ക് എന്തായാലും പതുക്കെ ഇടയ്ക്ക് അത് നോക്കണ്ട. ഫോണ് തിരിയണം. പതുക്കെ രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ ആയി. നമ്മൾ ഗെയിം സൈറ്റ് ഇറങ്ങി ഓടുകയാണ്. അതുവഴി നമുക്കിനി നേരെ പോയി കുറച്ച് ഫുഡും നമുക്ക് വില്ലേജും കൂടെ കണ്ടുപിടിക്കും. ഈ 2 സാധനം നമുക്ക് എന്തായാലും ഇപ്പോൾ കണ്ടുപിടിച്ചാലേ നടക്കുള്ളൂ. കണ്ടുപിടിക്കാൻ പോകാം. ഫുഡും കണ്ടുപിടിക്കണം. ഇപ്പോഴൊരു അയൺ കിട്ടി. കുറച്ച് അയണും കൂടെ കളക്ട് ചെയ്യാം. തത്തമ്മ കാര്യം നമുക്ക് അയണെല്ലാം കൂടെ കളക്ട് ചെയ്യണം. അയണെല്ലാം ഫുള്ള് കളക്ട് ചെയ്തിട്ട് നമുക്ക് അയണും കൊണ്ടുപോകാം. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് അയണും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്ര നല്ലതാണ് ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയണിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഫർണസിനകത്തിട്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ചാടിക്കടന്ന് ആദ്യം കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. അതാണ് മെയിൻ. ഫുഡാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഫുഡ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നേരെ ഇതുവഴി ചാടി പോകുക. കോപ്പറൊക്കെ ഇരിപ്പുണ്ട് സൈഡിൽ. കോപ്പറല്ലല്ലോ ഇത് കോൾ കുറച്ചിരിപ്പുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ കോപ്പർ എന്നാണോ കോൾ എന്നാണോ ഗൈസ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കളക്ട് ചെയ്യാം. ഫുഡ് കളക്ട് ചെയ്യാൻ നമുക്കൊരു കോഴി അല്ലെങ്കിൽ ഒരു പന്നി ഇതിലാരെങ്കിലും ഒരാളെ നമുക്ക് കിട്ടിയ സ്പോട്ടേ അങ്ങ് തട്ടിക്കളയാം. അപ്പോൾ തട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം നേരെ ഇത് ഗൈസ് ഫുള്ള് കാടാണ് ഗൈസ്. ജംഗിൾ ബയോ ഗൈസ്. നമ്മൾ ജംഗിൾ ബയോയിനകത്ത് കിടന്ന് കുറേ നേരം കൂടെ കറങ്ങുകയാണ് ഗൈസ്. മരത്തിലൊക്കെ അടുത്തത് വള്ളിയും ചുള്ളിയൊക്കെ കിടപ്പുണ്ട്. ഇതെന്ത് ലൈറ്റാ ഗൈസ്. ന്യൂ റെസിപ്പി അൺലോക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഗൈസ്. എനിക്ക് തോന്നുന്നത് കൊക്കോയാണ്. അത് കൊക്കോയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് കൊക്കോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് തിന്നാൻ പറ്റുമോ ഗൈസ്? നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. നമുക്കൊരു ഷീപ്പിനെ കിട്ടി. നമുക്കെന്തായാലും ആ ഷീപ്പിനെ തല്ലി തുളയ്ക്കാം. ഷീപ്പിനെ തല്ലിത്തൊളിച്ച് നമ്മൾ ആ പൊക്കോടൊക്കെ ഗൈസ്. അപ്പോൾ നമ്മളെ ഗെയിം പറ്റി ഏതോ വലിയ സാധനത്തിൽ നിന്നെടുത്ത് ചാടി ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെയാണ് ഗൈസ് നമ്മുടെ ഗൈസ്. അപ്പോൾ സീനെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ആക്കിയാണ് ഗൈസ്. അപ്പോൾ ഇറ്റ്സ് മീ ബ്ലാക്കി സൈനിങ് ഔട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ഗൈസ്. അപ്പോൾ ഇറ്റ്സ് മീ ബ്ലാക്കി സൈനിങ് ഔട്ട് ഗൈസ്. അപ്പോൾ ബൈ.